അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നോമ്പാണല്ലോ. ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ സമയം 8:30 കണ്ടു ഗൈസ്. കേട്ടോ, വെയിലൊന്നും ഇല്ലാണ്ട് ചെറിയൊരു കോടയിൽ വയനാട്. സോ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയില്ലേ, നമ്മളെ പള്ളി, ഈ കുഞ്ഞു പള്ളി, ഇവിടെ ഡെയിലി ഒരു 50 പേര് നോമ്പ് തുറക്കാൻ ഉണ്ടാവും അല്ലേ? ഓക്കെ. അപ്പം ഇന്ന് 4ാമത്തെ നോമ്പറ വൈ സോഡ ബഷീർ, ഇന്ന് സോഡ യാസീന്, സോഡ ഷിങ്കു, സോഡ റംല, സോഡ ബഷീർ, ഈ 4 പേരിലാണ്. ഓൾറെഡി നമ്മൾ നോമ്പ് തുടങ്ങാണ്ട് മുന്നേ പേരൊക്കെ കൊടുത്തേക്കണേ, ഉപ്പച്ചീൻ്റെ പേരിലാണ്. അപ്പം ഇന്ന് ഷിങ്കു പറഞ്ഞ് ഞാനും ഷിങ്കു കൊടുക്കാറുണ്ട് എന്ത് നോമ്പ് തുറ. ഇല്ല, ഞാനും ഷിങ്കു തന്നെ ഫുൾ ചെലവ്. ഓക്കെ. അപ്പോൾ എൻ്റെ ഷിങ്കുവിൻ്റെ വകയാണ് ചെലവ്. അതുകൊണ്ടാണ് ഞാൻ രാവിലെ എണീറ്റ് സാധനം വാങ്ങാൻ വേണ്ടി പോണത്. 5 കിലോ വെച്ച് വാങ്ങാം. അപ്പോൾ നമ്മൾ മൊത്തം ഇവര് ഒരു കടിയെ കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. ഞങ്ങളത് വെട്ടിയിട്ട് 3 കടിയാക്കിയിട്ടുണ്ട്. ഒന്ന് എന്തേനു, കട്ട്ലേറ്റ്, ഉന്നക്കായി, പപ്സ്, ഈ 3 കടി നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ബത്തക്ക, പിന്നെ ജ്യൂസ്, പിന്നെ ചായ, പിന്നെ കാരക്ക. ഇത്ര ഐറ്റംസ് നമ്മൾ ഇന്നിപ്പോൾ പോയിട്ട് വാങ്ങാം. കടി ഉമ്മ ഇവിടെ പുരയിലുണ്ടാക്കും. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മൾ പോയിട്ട് വാങ്ങിയിട്ട് വരണം. സോ ഗൈസ്, ഉമ്മ പർദ്ദയൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട്. ഉമ്മ പർദ്ദ ഇട്ടിട്ട് നിങ്ങളാരും കണ്ടിക്കണോ? പർദ്ദപ്രേതത്തിന് വരുന്നില്ലേ? അപ്പോൾ നമ്മൾ പോവാ. ഉപ്പച്ചി കോട്ടേഴ്സ് പോയിട്ടുണ്ട്. അവിടെ പണിക്കാരുണ്ട്. നമ്മൾ ഒരു ദിവസം നമ്മളെ കോട്ടേഴ്സ് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. ഇവര് നമ്മൾ കാണിച്ചു കൊടുത്തിങ്ങണോ? ഞങ്ങളെ പഴയ പോരാ ഇല്ല. നിച്ചുബാവ മാനന്തവാടി കാട്ടിക്കുളം. നിങ്ങൾ ഇങ്ങനെ വിശ്വാസമുണ്ട് നിങ്ങൾക്ക്? ഇപ്പം എനിക്ക് റിവേഴ്സ് എടുത്തിട്ടാണ് വണ്ടി, ബാക്കോട്ട് എടുത്തിട്ടാണ് പോകേണ്ടത്. പക്ഷെ ഇപ്പം പണ്ടേ പഠിപ്പിച്ചെന്നാണ്, ആദ്യം നമ്മൾ എന്താക്കണം, ഒരു പൊടിക്ക് മുന്നോട്ട് എടുക്കണം, എന്നിട്ട് ബാക്കോട്ട് എടുക്കും. നിങ്ങൾ ചെയ്യലുണ്ടോ? നിന്നോട് പറഞ്ഞു തരണേ. എത്ര ആൾക്ക് അങ്ങനത്തെ വിശ്വാസമുണ്ട്? എന്തും ആദ്യം നമ്മൾ മുന്നോട്ട് തുടങ്ങിയിട്ട് വേണം ബാക്കോട്ട് തുടങ്ങാൻ എന്നുള്ളതൊക്കെ. അങ്ങനത്തെ ഒരു വിശ്വാസമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറയാം. ഓക്കേ, ഇതാ മമ്മി വന്നിപ്പോൾ കയറുകൊണ്ടു. സോ ഗൈസ്, ഞങ്ങൾ പോയിട്ട് വരാം. നമ്മളെ ബ്യൂട്ടിഫുൾ കുളം ആൻഡ് ബ്യൂട്ടിഫുൾ വയനാട്. നമ്മൾ നെക്സ്റ്റോക്ക് വേണം, ജാംജൂക്ക് വേണം. നെക്സ്റ്റോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരക്ക് കുറവുണ്ടാവും. അതായത് നെക്സ്റ്റോയില് റേറ്റ് കൂടുതലാണ്, പക്ഷെ സൗകര്യം കൂടുതലുണ്ട്. ജാംജൂമിൽ സൗകര്യം കുറവാണ്, പക്ഷെ വില കുറവുണ്ട്. ജാംജൂമിൽ എല്ലാ സാധനവും കിട്ടും. പക്ഷെ നെക്സ്റ്റോയിലാകുമ്പോൾ എന്താ പറയുക, തിരക്ക് കുറവുണ്ടാവും, പിന്നെ സൗകര്യവും കൂടുതലുണ്ടാവും. ഇവന്റെ കൂടെ ഒന്ന് സാധനം വാങ്ങാൻ വരാൻ പറ്റൂലേ? ഞങ്ങളങ്ങനെ നെസ്റ്റോന്നെല്ലാം ഇറങ്ങി സാധനമൊക്കെ വാങ്ങി. ഭയങ്കര വില നെസ്റ്റോയില്. ഇവനോട് 100 വട്ടം ഞാൻ പോകണ്ട പറഞ്ഞതാ. ഓനിക്ക് അവിടെ പോയാലേ തീരുള്ളൂ. എനിക്കിപ്പോൾ എന്താ ഓൻ്റെ പൈസ ഉണ്ടല്ലോ, അതുകൊണ്ട് ഓൻ്റെ പൈസ പോയി. ആകെ ഒരിച്ചിരി സാധനം വാങ്ങിയിട്ട് 2000-ൻ്റെ അടുത്തായിക്ക്. അപ്പോൾ നമ്മളിത് ഇവിടെ ഇതാ ഇതോ ഒരു 2 ചങ്ങായിമാരുണ്ട് വണ്ടീനെ കൊടുക്കുന്നു. ഇത്ര ഐറ്റംസ് ഉണ്ട്. ഒത്തക്ക ഇതാ, പെൻസിൽ പോലത്തെ പഴം. എന്നാ അവിടുന്ന് വാങ്ങാൻ നിൽക്കണ്ടല്ലോ. അത് വാങ്ങിയിട്ടില്ലെങ്കിൽ കിരിപിരി ഞാൻ ചീത്ത അറിയും. പറഞ്ഞോണ്ട് ഇതാണ് 1700 സാധനം. അതെ ഞാൻ പറഞ്ഞു, ഇതന്നെ 1000 സാധനം. അതൊക്കെ നെക്സ്റ്റ് തന്നെ ഓടിക്കനി. ഞാൻ പോകില്ല നെക്സ്റ്റൊക്കെ ഒന്നും. സോ ഗൈസ്, ഇവിടെ കടികൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ മടിച്ചുകളാണ്. ഞാനാണ് അടുക്കളയിൽ കയറിയിട്ടുള്ളത്. ഇത് കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ളതാണ്, അല്ല പപ്സ് ഉണ്ടാക്കാനുള്ള കട്ട്ലേറ്റ് തന്നെയല്ലേ. പിന്നെന്താ, ചിക്കൻ വേറെ ഉണ്ട്. ഇതൊന്നും ഉണ്ടാക്കാനാ? ഇത് പപ്സ്. ഇത് ഉന്നക്കായി ഉണ്ടാക്കാനുള്ളത്. എന്താ, മുന്തിരി വേവിച്ച് വെച്ചതാണ് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നിങ്ങൾ ജ്യൂസ് അടിക്കലുണ്ടോ ആരെങ്കിലും? അപ്പം ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കുപ്പ് ആരോ നോക്കല്? മായ.
എല്ലാം ഇപ്പം മായ ഉണ്ടായിട്ടാ ഞാൻ തന്നെ അങ്ങോട്ട് നോക്കിക്കൊണ്ട് ഇതാക്കും അല്ലേ. ഉപ്പ് നോമ്പിൽ നോക്കാൻ ഒരാളൊന്നും വേണ്ട. ഉണ്ടല്ലേ, അത് നിങ്ങൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ടല്ലേ? പ്രത്യേക കഴിവുണ്ട്. അതായത് കഴിവ് അത് ശരി. ഞാൻ അങ്ങനെ ചെയ്യും. എന്നാ ഞാൻ എന്താക്കാ, കുറച്ച് ചോറൊക്കെ തിന്നിട്ട് അത് ഇടക്കിടക്ക് ഒന്ന് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞേക്കണേ. ഉമ്മതാ ഉന്നക്കായി ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉന്നക്കായി പൂച്ചക്കും പട്ടിക്കൊക്കെ നമ്മളിവിടെ നോമ്പ് കൊടുത്തേക്കണേ. പൂച്ചക്കും പട്ടിക്കും നോമ്പാ. ഇവിടെ ഒരു പാട്ടൊക്കെ വെച്ചിട്ടാ വൻ വൈബിലമ്മ. ഓള് പാട്ടില്ലാണ്ട് പണിയെടുക്കൂലാണോ? അല്ലു അർജുന എനർജി വേണമെങ്കിൽ പാട്ട് വെക്കണം. ആണോ? വല്ല MDMA എന്തെങ്കിലും കൊടുക്ക്, എനർജി കിട്ടട്ടെ. എനിക്കൊന്നും വേണ്ട. അതൊക്കെ അറിയാ എന്താ MDMA എന്താ. അത് പിന്നെ അതെന്താ അതൊക്കെ ഇതാക്കി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താന്നറിയോ, എനിക്ക് ഭ്രാന്ത് പിടിച്ച പോലെയാവും. അപ്പൊ യൂസ് ചെയ്തേക്കണ് പിന്നെ ഇതെങ്ങനെ അറിയൂ? വാർത്തയിലൊക്കെ കാണുന്നില്ലല്ലേ. പിന്നെന്താ ഈ നമ്മുടെ ഈ രാജ്യത്തുനിന്ന് പോകുന്ന നാട്ടിലേക്ക് പോകുന്ന ചെക്കന്മാരൊക്കെ ഇത് കാരണം നശിക്കുന്നേ. ഉമ്മാനെക്കണ്ട് അറിവൊക്കെ ഉണ്ട് കേട്ടോ, ലോകവിവരൊക്കെ ഉണ്ട്. പിന്നെ ചുറ്റിക എവിടെ? ഞാൻ ചുറ്റിക വാങ്ങിച്ചിനു. മായനെയും തട്ടും ഉമ്മാനെല്ലാരും തട്ടും. എല്ലാരും എന്നെ ബഹുമാനിച്ച് നടന്നാ നല്ലേ. എല്ലാരും തട്ടും ഞാൻ. ശരി, സമയം വൈകിട്ട് 6 മണിയായി. സമയം അതാ 5:58. ഞാൻ ഇതുവരെ എനിക്കൊരു ടെക്സ്റ്റൈൽസിൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നു, അതിന് പോയതായിരുന്നു, പ്രമോഷൻ. പോയി കഴിഞ്ഞ് വന്നു. ഇതാ കട്ട്ലേറ്റ് ഉണ്ട്, ഉന്നക്കായ ഉണ്ട്, പബ്സ് ഉണ്ട്, ഉമ്മ ഉണ്ട്, ഇത് ചായ ഉണ്ട്. എത്ര ആക്കുള്ള ചായമ്മ? 9 ആക്കുള്ള ചായ ഉണ്ട്. പിന്നെന്തല്ലേ, ജ്യൂസും ഉണ്ടോ? പിന്നെ ഇതാണോ ജ്യൂസ്? എന്ത് ഐസ് ഇട്ടിട്ടില്ല ഇതുവരെ? ആപ്പിൾ ഇടണേ. ഇതല്ലേ ജ്യൂസ്? കണ്ണാപ്പിണ്ട്. എന്തെടുത്തിട്ടാ പോണേ? അല്ല എന്താ കൊണ്ടുപോണേ? ഫ്ലാസ്ക് പിടിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഞാൻ പറഞ്ഞെന്താ, ഇപ്പച്ചിന്റെ വണ്ടിയിൽ എത്തിക്കും. അപ്പുറം ഇപ്പുറം ഒരാൾ പിടിക്കണ്ടേ എന്ത് സാധനങ്ങള് ബേക്കറി കണ്ണാപ്പി മുന്നിലിരുന്നോട്ടാ കാറിന്റെ. ഓനക്ക് മാറ്റും കുളിക്കുന്നൊക്കെ വേണ്ടേ? അല്ല ഓനെ കൊണ്ടാക്കിട്ട് പോയിരുന്നാല് അല്ല ഞങ്ങള് കൊണ്ടുവരാ നോക്കാം. വരണമെങ്കിൽ വിളിക്കാം. സോ ഗൈസ്, ഇത് നമ്മൾ പള്ളിക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോവാണ്. ലെറ്റ്സ് സെറ്റ്. ക്ലാസ് വാങ്ങിക്കണോ? ഓക്കെ സെറ്റ്. എത്ര മണിക്ക് അവിടെ എത്തണം? എത്ര മണിക്ക് എത്തണം? വലിയ ക്ലാസ്സാ? അതിനെന്താ? കുടിക്കൂല, അത്ര കുടിക്കൂല. ചായ ഉണ്ട്, തരി ഉണ്ട്, ജ്യൂസ് ഉണ്ട്. അത് പൊട്ടിച്ചു എവിടെ വലിയ ക്ലാസ്? നോട്ടെ ക്ലാസിന്റെ വലിപ്പം. കാരൊക്കെ ഉണ്ട്. ചായ ക്ലാസ്സോ? ഇതാണോ വലിയ ക്ലാസ്? ഇത് ചെറിയ ക്ലാസ്സാണ്. ഇത് ചെറിയ ക്ലാസ്സാണ്. ഇതോ പ്ലേറ്റ് ഉണ്ട്. അപ്പൊ പേപ്പറിലോ? പൈസ കാണിച്ചെന്ന് പറയാം. ഇത് 50 കാരൊക്കെ ഇല്ലല്ലോ. വേറെ ഉണ്ട് ഇവിടെ. 50 പീസ് എണ്ണിയൊക്കെ. ഓക്കെ, പണിയെടുക്കുന്നു. 6:10 മടിയൻ കണ്ണാപ്പി ഒന്നുണ്ട്. എന്നാ മായട്ടെ ചിക്കൻ കറി വെക്കുന്ന മായനോട് ഉമ്മച്ചി ഇനി റെസ്റ്റ് എടുക്കുക. വീണല്ലേ, നിലത്തിടല്ലേ? നിലത്തോണ്ട് ആടോട്ട് തന്നെ ചവിട്ടും ഞാൻ. മടിയൻ മല ചുമക്കുന്ന ഇതാണ്. ഇവിടെ നേരം കൊണ്ടുപോകുക. സൗദ വരുവാ? സൗദ. അതല്ലെല്ലാം പറഞ്ഞ സൗദ വരുവാന്ന് വെച്ചാ.
എടാ അടുപ്പം വേണ്ട ഫ്ലാസ്ക് ഒറ്റൊന്ന് വായിലിടരുതേ. ക്യാമറേന്റെ ഉള്ളിൽ കൂടെ നോക്ക്. എന്താ ഗ്ലാസ്സിലെ ഇത് കഴുകണല്ലോ. ഇതേപ്പോഴാ ഇത്രേ ഉള്ളോ? പിന്നെന്താ ഇനി ഉണ്ടോന്ന് ചോദിച്ചേ. ഇത്ര സാധനങ്ങളാണുള്ളത്. ഇതാ ഇങ്ങനെ നിൽക്കുമ്മ ഇരിക്കൂ. ഉമ്മാന്റെ നോമ്പ് തുറ സ്പെഷ്യൽ ഒന്ന് കാണിച്ചിരുന്നു മക്കളെ. അത് വീഡിയോ എടുക്കേണ്ടിരും. ഞാൻ കുറെ നേരം എടുക്കെന്ന് പറയുന്നുണ്ട്. ഞാൻ സാധനം ക്യാമറ ഞാൻ വീഡിയോ എടുക്കാനാണ് ഉദ്ദേശിച്ചത്. അല്ല, ഒരു സംഭവം ഞാൻ എടുക്കാൻ മറന്നുപോയി. ഇവർ രണ്ടാളും ഒരു കാര്യം കാണിച്ചു തരും. ഞാൻ ഞങ്ങൾ മടിയന്മാരാണ്, സമ്മതിച്ചു. ഇവർ പടച്ചവനൊക്കെ പേടിക്കുന്ന പടപ്പുകൾ ഇപ്പം മനസ്സിലായി. അത് ശരിക്കും മൂടെ കണ്ണാപ്പി ഇരിക്കണ വേക്കില്. ഫോണെടുക്കട്ടെ. അപ്പം നമുക്ക് ആന എവിടെയോ അടഞ്ഞിക്ക്. മായൻ്റെ ചിക്കൻ കറി കാണിച്ചു തരാനേ. മായ എന്നോട് തന്നെ ഇനി അടുക്കളയ്ക്ക് ഇറങ്ങരുത് തന്നെ. സൂപ്പർ സുരസുന്ദരി. ഓഹോ, കറി സൂപ്പർ കറിയല്ലേ. സിമ്മണ്ണ സിമ്മാക്കിടല്ലേ. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണോ? വേണ്ടല്ലേ, സിമ്മിലിടാം. ഞങ്ങൾക്ക് ചായ വെക്കണം, ജ്യൂസ് കൂടെ ഉണ്ട്. ഈ വത്തൊക്കെ പുറകിൽ വെച്ചതാ കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ്. ബീബി ഇവിടെ കിടക്കുന്നുണ്ട്. ബീബിയും ബീബീൻ്റെ അനിയനും അനിയത്തി. മൂപ്പര് ഇവിടുത്തെ ഡയലോഗി അല്ലേ. മറ്റേ ഈ പള്ളി കമ്മിറ്റിയിൽ ഒരു വെറുപ്പിക്കൽ ആളുടെ കൂടിയില്ല നമ്മൾ പോയിട്ട്. അത് ഇതാണ് അല്ലേ. നമ്മൾ പണ്ട് പോരെ പോയിട്ട് പള്ളിയിലൊരു കള്ളക്കാക്കണ്ട്, ഭയങ്കര വെറുപ്പിക്കൽ. അതിന് കുട്ടികളോട് പതുക്കെ പറഞ്ഞാൽ പോരെ, ഏറ്റവും കേൾക്കൂലേ. ശരി ശരി ഗായ്സ്, തിരിച്ച് റൂമിലെത്തി, വീട്ടിലെത്തി, ഭക്ഷണം കഴിച്ച് പത്തിരിയും കോഴിക്കറിയും കേട്ടോ. ഇന്ന് കോഴിക്കറിക്ക് നല്ല എരുണ്ടായിരുന്നു. അപ്പോൾ ഗായ്സ് ബൈ ബൈ. നാളെ കിട്ടില്ല വീഡിയോ ആയിട്ട് വരാം.